അസ്സലാമു അലൈക്കും. നമസ്കാരം. ഞാനിപ്പോൾ ഇന്ന് സൗദിയിലെ പ്രവാസിയോട് മറ്റൊരു കാര്യം കേട്ടോ. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ഫാമിലിയായിട്ട് താമസിക്കുന്നവരുണ്ട്, ബാച്ചിലറായിട്ട് താമസിക്കുന്നവരൊക്കെ ഉണ്ട്. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ നാട്ടിൽ ലീവിന് പോകുന്ന സമയത്ത് ചിലപ്പോൾ 6 മാസമോ 5 മാസമോ 4 മാസമോ ഒക്കെ പോകും. പോകുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ താമസിക്കുന്ന ഈ ഫാമിലി റൂം നിങ്ങൾ നാട്ടിൽ പോകുമ്പോൾ നിങ്ങൾ മറ്റൊരാൾക്ക് കൈമാറും. കാരണം നിങ്ങൾ നാട്ടിൽ പോയി വരുന്നതിൽ ആ റൂം ഒഴിവാക്കാൻ മടിച്ചിട്ട് നിങ്ങൾ ഫാമിലിയെ മറ്റു സമയത്ത് കൊണ്ടുവരാൻ വേണ്ടി ഒഴിവാക്കാതെ അത് നിലനിർത്താൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? ആ ഫാമിലി റൂം മറ്റൊരാൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എനിക്ക് പറയേണ്ടത്, നിങ്ങൾ അവരുടെ പേരിലേക്ക് ഒക്കെ ചെയ്യാറ് അത് മാറ്റി എഴുതി കൊടുക്കണം. നിങ്ങളുടെ പേരിൽ ഉള്ളത് അവരുടെ പേരിൽ ആക്കാതെ നിങ്ങൾ നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ ആ റെൻറ്റിൻ്റെ കാശ് അടക്കാതിരുന്നാൽ നിങ്ങളുടെ പേരിലേക്ക് അത് കേസായി മാറും. അങ്ങനെ കുടുങ്ങിയ ആളുകളുണ്ട്, ഭീമമായ സംഖ്യയൊക്കെ ആയ ആളുകളുണ്ട്. അതേപോലെ റെൻറ്റേകാരൊക്കെ നിങ്ങളുടെ പേരിൽ എടുത്തു കൊടുക്കും മറ്റൊരാൾക്ക്. റെൻറ്റേകാരൊക്കെ നിങ്ങൾ ഒരാളുടെ പേരിൽ എടുത്തു കൊടുക്കണ്ട, അവൻ്റെ പേരിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ എടുത്തു കൊടുത്ത് അവന് ഏതെങ്കിലും തരത്തിൽ ആ പൈസ അടക്കാതിരുന്നാൽ അതും നിങ്ങളുടെ പേരിൽ കേസായി നിങ്ങൾ പൈസ അടക്കേണ്ട സാഹചര്യത്തിൽ വരും. നിങ്ങൾ ട്രാവൽ ബാൻ ആവും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, വണ്ടി നിങ്ങൾ ഒരാൾക്ക് എടുത്തു കൊടുക്കുകയാണെങ്കിലും ഈ റൂം നിങ്ങൾ മറ്റൊരാൾക്ക് പേരിൽ ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിലും നിങ്ങൾ അവരുടെ പേരിലാക്കി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഞ്ഞാൽ അവർ കാശ് അടക്കാതിരുന്നാൽ ആ പൈസ നിങ്ങൾ അടക്കേണ്ടതായി വരും. നിങ്ങൾക്ക് ട്രാവൽ ബാനായിട്ട് വരും. പിന്നെ നിങ്ങൾ അതിനു വേണ്ടി നട്ടം തീരേണ്ടി വരും. മറക്കണ്ട, റൂമിൻ്റെ റെൻറ്റൊക്കെ നിങ്ങൾ റൂം മറ്റൊരാളെ കൈമാറുമ്പോൾ അവരെ പേരിലാക്കി കൊടുക്കുക. നാട്ടിൽ പോകുന്ന ആളുകളൊക്കെ ഫാമിലി റൂമായാലും ശരി, ബാച്ചിലർ ആയാലൊക്കെ ശരി, റെൻറ്റേകാരൊക്കെ എടുത്തു കൊടുക്കുമ്പോൾ അവരുടെ പേരിൽ തന്നെ എടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേരിൽ എടുത്തു കൊടുക്കണ്ട, അതും നിങ്ങൾക്ക് വിനയാവും. ഓക്കെ, മറക്കണ്ട. എൻ്റെ സംശയം എടുക്കാം. അസ്സലാമു അലൈക്കും.